ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട്. ആ പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൈകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഏതൊരു പഴവും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാലിപ്പൂവൻ പഴമോ റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ എന്താ പറയുക മൈസൂർ പഴം, ഏത് പഴവും ഉപയോഗിക്കാം. നേന്ത്രപ്പഴം വരെ ഉപയോഗിക്കാം. നേന്ത്രപ്പഴം ഉപയോഗിക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം ഉപയോഗിക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് സൈഡിൽ നിന്നൊക്കെ പഞ്ചസാര കാരമലായി വരുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നന്നായി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കാരമൽ സിറപ്പ് കരിഞ്ഞു പോകാതെയും കയ്പുണ്ടാകാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതേ പഞ്ചസാര നന്നായിട്ട് കളർ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നീങ്ങി നിന്ന് ഒഴിച്ചു കൊടുക്കുക. കാരമൽ സിറപ്പ് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ തിളയൊന്ന് പതുക്കെ ഒന്ന് അടങ്ങുന്ന സമയത്ത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ മതി, ഇതിലും കളർ കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടൊട്ടും പാടില്ല. നമ്മൾ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുത്തതായിരിക്കണം. തണുത്തതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഞാൻ കാരമൽ ചെയ്തെടുത്തത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് 1/4 കപ്പ് വരെയൊക്കെ കാരമൽ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പോരാ. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് വേണം നമുക്ക് പാകത്തിനുള്ള അളവിൽ ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കലക്കിയെടുത്ത സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു ലൂസിൽ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ആ സ്പാച്ചില കൊണ്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. വിസ്ക് മാറ്റിയതിന് ശേഷം സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മൊത്തം 1/2 കപ്പ് കാരമലിൻ്റെ സിറപ്പും 1/2 കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പഴത്തിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കറുത്ത എള്ള് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് 1 ടേബിൾ സ്പൂണോളം വരുന്ന കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ്. ഒരെണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ ഒന്ന് തൊട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.